ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനം കടത്തിയ കേസിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കണമെന്ന് നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. നികുതി വെട്ടിച്ച വാഹനമാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ദുൽഖർ മൊഴി നൽകിയത്. ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന സൂചന കൂടി വരുന്നു. വിപിൻ സി വിജയൻ വാർത്തയുടെ അപ്ഡേറ്റുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കസ്റ്റംസ് കടുപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനെ 4 മണിക്കൂറോളം കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമായും ഈ ദുൽഖറിന്റെ ചില വാഹനങ്ങൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിരുന്നു കസ്റ്റംസ്. ഇതിൽ ചില അവ്യക്തതകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ദുൽഖറിന്റെ 4 വാഹനങ്ങൾ കൂടി ഇനി നിരീക്ഷണത്തിലാണ്. ഇവയുടെ രേഖകൾ കൂടി ഹാജരാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ രേഖകൾ പരിശോധിക്കുകയും അതിന്റെ ഉടമകൾ ഇപ്പോൾ ആരാണ് അതിന്റെ ഉടമകളായി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ദുൽഖറിന് തൊട്ടു മുൻപ് ആരൊക്കെയായിരുന്നു അത് കൈമാറി വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയത് കേരളത്തിലേക്കാണ് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. ഇതിലാണ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ദുൽഖർ സൽമാനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. വീണ്ടും വിളിപ്പിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. 4 വാഹനങ്ങളാണ് ഇതിനോടകം തന്നെ ദുൽഖർ സൽമാന്റേതായി കസ്റ്റംസ് കണ്ടെത്തിയത്. അതിൽ 2 വാഹനങ്ങൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം വിട്ടുകൊടുത്തു. 2 എണ്ണം ഇപ്പോഴും കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ഒരു മാസം മുൻപായിരുന്നു അദ്ദേഹം അഭിനയിച്ച ലക്കി ഭാസ്കർ എന്നുള്ള സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനം പെട്രോൾ നിസാൻ കസ്റ്റംസ് എടുക്കുകയും ചെയ്തിരുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.